ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചില്ലി സ്ലൈസ് വെച്ച് ഒരു ചെറിയ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. ഞാൻ ചെയ്തു പോയി, അപ്പോഴേ ഓർത്ത ഞാനിന്ന് വീഡിയോ പിടിക്കുകയാണെങ്കിൽ ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു നമുക്ക് ആവശ്യത്തിന് ചെറിയ ചുമന്നുള്ളി, ആവശ്യത്തിന് വെളുത്തുള്ളി എന്നിവ നമ്മൾ നന്നായിട്ട് പൊളിച്ച് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ചുമന്നുള്ളി, വെളുത്തുള്ളി, എന്നിട്ട് നമ്മൾ ചില്ലി സ്ലൈസ്, ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ചില്ലി സ്ലൈസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആണെങ്കിൽ ചുമന്ന മുളക് ഇടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നൈസായിട്ട് അരിഞ്ഞ ഉള്ളി ആദ്യം ആവശ്യത്തിന് കുറച്ച് എണ്ണ എടുത്ത് നമുക്ക് എന്തുമാത്രം വേണമെന്നതിന് ആനുപാതികമായിട്ട് എണ്ണ ഒഴിക്കാം. ചമ്മന്തി എന്ന് മാത്രം വേണം എന്നുള്ളതിനനുസരിച്ചിട്ട്. എന്നിട്ട് ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഉള്ളിയിലേക്ക് ഉപ്പ് പിടിക്കുന്നതിനായിട്ട് ഞാനിവിടെ ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുത്തത്. ഉപ്പ് നീരും കൂടെ ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ചില്ലി സ്ലൈസ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ ചില്ലി സ്ലൈസ് എനിക്കുണ്ട്, ആവശ്യത്തിന് ഇട്ട് വന്നാൽ നിങ്ങളെ കാണിക്കാൻ ഒന്നുകൂടി ഇടാം. ഇതാണ് ചില്ലി സ്ലൈസ്. ഇങ്ങനെ ഇതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മുളകും നന്നായിട്ട് അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൊരിഞ്ഞ് വരും. നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഓൾറെഡി നേരത്തെ അടുപ്പത്ത് വെച്ചതായിരുന്നു, അതുകൊണ്ട് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞത് കാണിക്കാൻ പറ്റിയില്ല, അത് അറിയാമല്ലോ. ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇങ്ങനെ ഈ പരുവായി കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും ഉള്ളി മുളകൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും ഓഫാക്കുക. എന്നിട്ട് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും ചെറിയ സ്പൂണോ തവിയോ വെച്ച് ഉള്ളി വലിയ കഷ്ണങ്ങളായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. പിന്നെ അല്പം കൂടി ചാറ് വേണമെങ്കിൽ ലേശം കൂടി ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ചോറിനൊക്കെ വളരെ നല്ലതാണ്, കഞ്ഞിക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും നമുക്ക് ഈ ചമ്മന്തി ഒരു തൊടുകറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ.